പത്തനംതിട്ട അടൂർ കോട്ടമുകളിലെ യുവതിയുടെ മരണം കൊലപാതകമാണെന്ന ആരോപണവുമായി കുടുംബം രംഗത്തുനിന്ന് 31കാരി ഷഹനെ ഇന്നലെ രാത്രി വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ ആൺ സുഹൃത്ത് പോലീസ് കസ്റ്റഡിയിലാണ്. അവിടുന്ന് വന്ന് 10 മിനിറ്റ് പോലും ആയില്ല. വന്ന് മോനെ ട്യൂഷനും കൊണ്ടാക്കിയിട്ട് വന്ന വരവിന് അവൻ പുറകെ വന്ന് ചെയ്തതാ. അവൻ തന്നെ ചെയ്ത. എൻ്റെ കൊച്ചു ചെയ്യത്തില്ല. ഈ വീട് വെച്ച് അവള് ചുമഞ്ഞ് താമസിച്ചിട്ടില്ല. അവൻ എൻ്റെ കുഞ്ഞ് ചെയ്യത്തില്ല. ഞാനും കൂടെ ഒറ്റയ്ക്ക് ആയോണ്ട് എന്നെ ഇട്ടിട്ട് പോകത്തില്ല. എൻ്റെ ഇല്ല, എനിക്കറിയത്തില്ല. ഇന്നലെ ഞാൻ തീർത്തു പറയുന്നത്. സുജു ചേരുകയാണ്. സുജു, വിശദാംശങ്ങൾ. ഷമി, ഇന്നലെ വൈകിട്ടൊരു 6:30-7 മണിയോടെയാണ് ഈ സംഭവം നടക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ വീടിനുള്ളിലാണ് യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. തൂങ്ങി മരിച്ച നിലയിലാണ് ഹാങ് ചെയ്യുകയായിരുന്നു. തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇത് കൊലപാതകമാണോ അതല്ല ആത്മഹത്യയാണോ എന്നുള്ള കാര്യത്തിൽ പോലീസിന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷം മാത്രമേ വ്യക്തത വരികയുള്ളതാണ് ഇപ്പോൾ പത്തനംതിട്ട SP R ആനന്ദ് അറിയിച്ചിരിക്കുന്നത്. ഈ സംഭവം നടക്കുമ്പോൾ ഇന്നലെ വാർഡ് കൗൺസിലർ അൻസലാണ് ഈ സ്ഥലത്തേക്ക് ആദ്യം എത്തിയത്. അൻസലിനോട് ചോദിക്കാം. അൻസൽ, ഇന്നലെ എന്താണ് സംഭവിച്ച് കണ്ടത്? ഇന്നലെ 7 മണിക്കാണ് സംഭവം. 7 മണിക്ക് നമ്മുടെ ഈ വീടിൻ്റെ തൊട്ട് അയൽവാസിയായിട്ടുള്ള LC എന്ന് പറയുന്ന ലേഡി എന്നെ വിളിക്കുകയാണ്. വിളിച്ചിട്ട് ഇവിടെ എന്തോ പ്രശ്നം നടക്കുന്നു, പെട്ടെന്ന് വരണം എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. ഒരു 5 മിനിറ്റുള്ളിൽ ഞാനിവിടെ എത്തിയതിന് ശേഷം ഞാൻ ഡോറ് ഒരു പകുതി മുക്കാലോളം അടച്ചിട്ടിരിക്കുകയായിരുന്നു. ഞാനത് നോക്കിയതിന് ശേഷം ഡോറ് തുറന്നപ്പോൾ ഈ ലേഡി ഹാങ്ങിങ് ആണ്. ഈ പയ്യൻ അവിടെ താഴെ കസേരയിൽ ഇരിപ്പുണ്ട്. പിന്നീട് അവൻ എണ്ണിച്ച് എൻ്റെ അടുത്തേക്ക് വരുവാണ് ചെയ്തത്. സ്വാഭാവികമായിട്ട് നമ്മൾ അന്വേഷിച്ചു എന്താ കാര്യം എന്നുള്ളത് അന്വേഷിച്ചപ്പം മരിച്ചു എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. തുടർന്ന് നമ്മൾ SHO വരെ അറിയിച്ചു. SHO വരെ അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ SHO പോലീസ് പാർട്ടിയെ വിട്ടു. പോലീസ് പാർട്ടി വന്ന് നടപടി കണ്ടു എന്നുള്ള കാര്യം. അതെ രക്തമുണ്ട്. രക്തം അത് ഇനി പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതിന് ശേഷമാണ് ഈ രക്തം എവിടുന്നാണ് അല്ല അത് നമുക്ക് അറിയാൻ കഴിയുന്നില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഹാങ്ങിങ് ചെയ്തിരിക്കുന്ന ലേഡി തൊട്ട് താഴെ രക്തം തളം കെട്ടി കിടപ്പുണ്ട്. കുറച്ച് ഈ രക്തം ചവിട്ടി നടന്നതായിട്ടുള്ളതും എല്ലാം ഉണ്ടെന്നാണ് പോലീസ് പറയുന്നത്. യുവാവിൻ്റെ ഡ്രസ്സിൽ രക്തമുണ്ട്. ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. ഈ മരണത്തിൽ കൊലപാതകമാണെന്നാണ് യുവതിയുടെ അമ്മ ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങൾ ആരോപിക്കുന്നത്. എന്നാൽ SP പറയുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനും അതുപോലെ തന്നെ ഇക്കാര്യത്തിൽ വിശദമായ ഇൻക്വസ്റ്റിന് ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ വ്യക്തമായ ഒരു ഉത്തരം ലഭിക്കുകയുള്ളൂ. എന്തായാലും ഒപ്പമുണ്ടായിരുന്ന യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ചോദ്യം ചെയ്തു വരികയാണ്. ഇൻട്രോഗേഷനും പുരോഗമിക്കുകയാണ്. ഇക്കാര്യത്തിൽ ഒരു മർദ്ദനം ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഇവർ തമ്മിൽ വഴക്കുണ്ടായിട്ടുള്ള കാര്യത്തിൽ ഈ യുവാവ് പോലീസിനോട് സമ്മതം നടത്തിയിട്ടുണ്ട്. എന്നാൽ കൊലപാതകമാണെന്നുള്ള തരത്തിലേക്ക് യുവാവ് മൊഴി കൊടുത്തിട്ടില്ല. എന്തായാലും ഈ പോലീസിൻ്റെ അന്വേഷണം തുടരുകയാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മാത്രമേ മരണകാരണം എന്താവുകയുള്ളൂ. മാത്രമല്ല ഈ രക്തം അത് ശരീരത്തിൽ എങ്ങനെ ഉണ്ടായി, ആ മുറിവ് എങ്ങനെ ഉണ്ടായെന്നുള്ള കാര്യത്തിൽ കൂടുതൽ വ്യക്തതയും ഇൻക്വസ്റ്റിനും അതുപോലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രം ലഭിക്കുകയുള്ളൂ. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുകയാണെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. ഷമി, സുജുവാണ് വിശദാംശങ്ങൾ നൽകിയത്.